Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അടുത്തൊരു ചോദ്യം, അതായത് നമ്മുടെ ലൈവ് സെഷനിൽ വന്നൊരു ചോദ്യമായിരുന്നു ഈ നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. അപ്പോൾ അതിൽ 3 വേരിയബിൾസ് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയേണ്ടായിരുന്നു 3 വേരിയബിൾസ് നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ തന്നെ ക്ലാസ് ഇതിലുള്ള ഗ്രൂപ്പിലുള്ളൊരു വിദ്യാർത്ഥിനി അയച്ചു തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ അതിൽ നോക്കിയാൽ തന്നെ എന്താണ് 3 എണ്ണം വരുന്നുണ്ട് നോക്കിയാൽ, പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന നേരത്തെ അങ്ങനെ വരുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ എന്താണ് 10 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ബ്യൂട്ടി കോൺടെസ്റ്റിൽ. ആ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ്. 3 ജഡ്ജസാണ് ഈ 10 പേരത്തും എന്ത് ചെയ്തത്, റാങ്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ റാങ്കിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതിൽ ഉള്ളത് റാങ്കുകളാണ്. അപ്പോൾ 10 കോൺടെസ്റ്റ്, അതായത് കോൺടെസ്റ്റൻസിൻ്റെ എന്താണ് റാങ്ക്. അപ്പോൾ ആര് തമ്മിലാണ് ഒരു കോറിലേഷൻ, ഏത് ജഡ്ജിമാർ തമ്മിലാണ് ഒരു കോറിലേഷൻ ഉള്ളത് അറിയാനാണ്. ഫോളോയിങ് ഓർഡേഴ്സ്. യൂസ് ദ കോറിലേഷൻ കോവിഷൻ ടു ഡിറ്റർമിൻ വിച്ച് പെയർ ഓഫ് ജഡ്ജസ് ഹാസ് നിയറസ്റ്റ് അപ്രോച്ച് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി എന്നുള്ളതാണ്. ആർക്കാണ് ഏറ്റവും നിയറസ്റ്റ് അപ്രോച്ച് ഉള്ളത്, രണ്ടുപേരും അടുത്തടുത്ത് വരുന്ന താല്പര്യങ്ങൾ ആർക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ജഡ്ജ് 1, ജഡ്ജ് 2, ജഡ്ജ് 3. അപ്പോൾ ജഡ്ജ് 1 ആദ്യത്തെ ആക്കോ ഫസ്റ്റ് റാങ്ക്, പിന്നെ രണ്ടാമത്തെ റാങ്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 6ാമത്തെ ആക്കാണ്. പിന്നെ 3ാമത്തെ റാങ്ക് കൊടുത്തിരിക്കുന്നത് 5ാമത്തെ ആക്കാണ്. അങ്ങനെയാണ് റാങ്ക് കൊടുത്തിരിക്കുന്നത്. അത് ജഡ്ജ് രണ്ടാമത്തെ ജഡ്ജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റാങ്ക് കൊടുത്തത് 7ാമത്തെ വ്യക്തിക്കാണ്. ഇനിയിപ്പോൾ 5ാമത്തെ വ്യക്തിക്കാണ് ഈ 3ാമത്തെ ജഡ്ജ് കൊടുത്തത് ഫസ്റ്റ് റാങ്ക്. അങ്ങനെ റാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. 10 പേർക്കും 10 റാങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണ് കോറിലേഷൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സൊല്യൂഷൻ തന്നെ പറയുന്നത് എന്താണ്, റാങ്ക് കോറിലേഷൻ കനോട്ട് ബി കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് all the 3 sets together. Therefore 3 correlation coefficients are calculated by considering 2 judges each at time. ജഡ്ജ് 1ഉം 2ഉം എടുക്കുക, ജഡ്ജ് 1ഉം 3ഉം എടുക്കുക, പിന്നെ 2ഉം 3ഉം എടുക്കുക. അപ്പോൾ എല്ലാവരും തമ്മിൽ എന്തുണ്ട്, ഒരു കോമ്പിനേഷൻ ആയല്ലോ. അതായത് 1ഉം 2ഉം 1ഉം 3ഉം പിന്നെ എന്താണ് 2ഉം 3ഉം. അപ്പോൾ എന്താണ് എല്ലാവരും തമ്മിലൊരു കോറിലേഷൻ വെച്ചിട്ട് ആര് തമ്മിലാണ് ആ ഒരു കോറിലേഷൻ വരുന്നത് നോക്കാം. അപ്പോൾ ഈ റാങ്കുകൾ ഇവരെ ഓരോരുത്തരെ, അപ്പോൾ ആദ്യത്തേത് എന്താണ് ജഡ്ജ് 1, 2 അല്ല. അപ്പോൾ ഈ റാങ്കുകൾ എന്താണ് അതേപടി ഇവിടെ എഴുതുന്നു. എന്നിട്ട് ഡീവിയേഷൻസ് ചെയ്യുന്നു. എന്താണ് ഈ റാങ്കിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ ഇവിടെ മൈനസ് ചെയ്തിരിക്കുന്നത് ഈ 2ാമത്തെ റാങ്ക് നിന്ന് ആദ്യത്തെ റാങ്ക് ആട്ടോ. അപ്പോൾ സെക്കൻഡ് ടു, അപ്പോൾ ഇവിടെ ശരിക്കും ഓർഡർ അവർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ആദ്യമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് വലിയ വിഷയം വരുന്നില്ല. നിങ്ങളെന്താണ് ആദ്യത്തേതിൽ നിന്ന് 2ാമത്തേത് മൈനസ് ചെയ്താലും രണ്ടാമത്തേതിൽ നിന്ന് ആദ്യത്തേത് മൈനസ് ചെയ്താലും വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. കാര്യം ഈ d² വലിയൊരു മാറ്റം വരില്ല. കാര്യം ഇതിപ്പോൾ സ്ക്വയർ ആണെങ്കിലോ അല്ലെങ്കിലോ എന്താണ് പോസിറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് ആണെങ്കിലോ ഇതിൽ സ്ക്വയർ വരുമ്പോൾ എല്ലാം പോസിറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ എന്താണ് ആൻസറിന് വലിയ മാറ്റങ്ങൾ വരില്ല. നിങ്ങൾ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കോ നിങ്ങൾ മൈനസ് ചെയ്താലും വലിയ വിഷയം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡീവിയേഷൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ 2ാമത്തേതിൽ നിന്ന് ആദ്യത്തേത് മൈനസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും അതേപോലെ, ഇവിടെയും അതേപോലെ. അപ്പോൾ ഇവിടെ 6ൽ നിന്ന് 3 മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ കണ്ടോ, ഇവിടെ പക്ഷേ എന്താണ് എല്ലാം R2ൻ്റെ ബേസിലെടുത്തത്. R2യുടെ 3ൽ നിന്നാണ് 6 മൈനസ് ചെയ്തത്. അപ്പോൾ എങ്ങനെ ചെയ്താണ് നിങ്ങൾക്ക് എന്താണ് വലിയ വിഷയം വരില്ല. ഓക്കെ, ഇവിടെ 1ൽ നിന്നാണ് 6 മൈനസ് ചെയ്തത്. ഇവിടെ പക്ഷേ എന്താണ് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ഡീവിയേഷൻസിൻ്റെ സ്ക്വയറുകൾ കിട്ടുന്നു. അത് അതേപടി എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് നമ്മുടെ ഇക്വേഷൻ, എന്താണ് ഇക്വേഷൻ വരുന്നത്, നമ്മുടെ റാങ്ക് കോറിലേഷൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, അതായത് 6 × 1 മൈനസ് അല്ലേ 1 മൈനസ് 6 × സിഗ്മ d² ഡിവൈഡ് ബൈ n³ മൈനസ് n ആണ്. n എത്രയാണ് അവിടെ 10 ആണ്. n-ൻ്റെ ക്യൂബ് 1000 വരും. n 10 ആണ്. അപ്പോൾ 1000-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോഴാണ് 990 വരുന്നത്. ഇനി d² സിഗ്മ എത്രയാണ്, അത് 200 വരുന്നത്. 200-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1200 തന്നെയാണ് വരുന്നത്. അപ്പോൾ 1200 ഡിവൈഡ് ബൈ 990 1 മൈനസ് എന്താണ് ആ ഒരു സംഖ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താ അവിടെ കിട്ടുന്നത്, മൈനസ് 0.212 ആണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെയും
എന്താണ് സിഗ്മ ഡി സ്ക്വയർ ചെയ്യുക, അതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 360. അപ്പോൾ ഇവിടെയാണ് താഴെ വലിയ സംഖ്യ വരുന്നത്, മുകളിൽ ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് എന്താണ് ഇത് ചെറുതായിരിക്കും, കിട്ടാൻ പോകുന്ന സംഖ്യ ഒന്നിൽ ചെറുതായിരിക്കും. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് സംഖ്യ വരുന്നു, ഇവിടെ മൈനസ്. അങ്ങനെയായി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്താണ് ഈ 2 വേരിയബിൾ മാത്രമാണെങ്കിൽ ഒറ്റ ഒരു ടേബിളിൽ ഒതുങ്ങിയായിരുന്നു, അല്ല ഈ ഒരൊറ്റ ടേബിളിൽ ഒതുങ്ങിയായിരുന്നു. 1, 2 മാത്രമാണെങ്കിൽ 1, 2, 3 ഉള്ളത് കൊണ്ട് എന്താണ് 3 ടേബിൾ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. കാരണം 3ൻ്റെയും കോമ്പിനേഷൻസ് എഴുതേണ്ടി വരുന്നുള്ളതാണ്. അതുപോലുള്ള മറ്റൊരു ചോദ്യമാണിത്. 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് പി, ക്യൂ ആൻഡ് ആർ ഇൻ ദ ഫോളോയിങ് ഓർഡർ. അപ്പോൾ അതിലെന്താണ് ഇതും എന്താണ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ എടുക്കുന്ന റാങ്കുകളാണ്, റാങ്കുകളല്ല അതിലെ മാർക്കുകളായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ റാങ്കുകളാക്കി തീർക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് വരുന്നത്, ഇതിൽ 96 ഏറ്റവും വലിയ സംഖ്യ. അതാണ് റാങ്ക് 1 ആയിട്ട് വരിക. നോക്കിക്കഴിഞ്ഞാൽ 96 റാങ്ക് 1 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 എണ്ണത്തിൻ്റെയും കോറിലേഷൻ കിട്ടണമെങ്കിൽ എന്താണ്, ആദ്യം ക്യൂ ആൻഡ് പി, അത് തമ്മിലുള്ള കോറിലേഷൻ നോക്കുക. ക്യൂ ആൻഡ് ആർ തമ്മിലുള്ളത് നോക്കുക, പിന്നെ പി ആൻഡ് ആർ തമ്മിലുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്യൂ പി, പി ക്യൂ, പി ആർ, ക്യൂ ആർ, 3ൻ്റെയും എന്താണ് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് എന്താണ് റാങ്കുകൾ ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടി കോൺടെസ്റ്റിൻ്റെ റാങ്ക് പറയുമ്പോൾ എന്താണ്, ഇവിടെ റാങ്ക് അല്ലല്ലോ, ഇവിടെ ഓരോ നമ്പറുകളാവും, അല്ല കുറച്ചും കൂടി വലിയ നമ്പറുകളാണ്. റാങ്ക് എന്ന് പറയുമ്പോൾ 1 മുതൽ 10 എത്ര സംഖ്യകളാണോ അത് 1 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ അതല്ലല്ലോ. അപ്പോൾ 1 കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അനുസരിച്ചിട്ട് എന്താണ് ഇവിടെ റാങ്കുകൾ എഴുതുക, എന്നിട്ട് ഡീവിയേഷൻസ് കാണുക, ഡീവിയേഷൻസിൻ്റെ സ്ക്വയറുകൾ നിങ്ങൾ കണ്ടിട്ട് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് അതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിഗ്മ ഡി സ്ക്വയർ 48 വരിക. അപ്പോൾ n ക്യൂബ് മൈനസ് n കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിൻ്റെ കോറിലേഷൻ കാണുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കോറിലേഷൻ ഇതിനാണ് വന്നിരിക്കുന്നത്, ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. ഇപ്പോൾ നേരത്തെ കണക്കിൽ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ 1ഉം 3ഉം ഇല്ല, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോറിലേഷനാണ് രണ്ടും. ഇതിനാണ് ഹൈ കോറിലേഷൻ ഉള്ളത്, പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാണേണ്ടത്.